ലബോറട്ടറിയിലെ ഫൈറ്റിൽ പരിക്കേറ്റ് ബോധം പോയ എഡ്വേർഡിനെ എല്ലാവരും ചേർന്ന് ആശുപത്രിയിലാക്കി. പിറ്റേ ദിവസം അവന് ബോധം വീഴുന്നിടത്ത് നിന്നാണ് എപ്പിസോഡ് തുടങ്ങുന്നത്. എഴുന്നേറ്റ ഉടനെ എഡ്വേർഡ് റോസിനോട് ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ആ ലബോറട്ടറി മൊത്തം തകർന്നുപോയി എന്ന കാര്യം അവനോട് പറഞ്ഞു. ഇത് കേട്ട എഡ്വേർഡിന് ഭ്രാന്ത് പിടിച്ചു. ഇനി ഫിലോസഫർ സ്റ്റോണിനെ പറ്റി എങ്ങനെ അന്വേഷിക്കുമെന്ന് ഓർത്തിട്ട് അവനൊരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവിടെ കിടന്ന് സമയം കളയാതെ എങ്ങനെയെങ്കിലും അടുത്ത ക്ലൂ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് അവൻ എഴുന്നേൽക്കാൻ നോക്കി. പക്ഷേ അപ്പോഴേക്കും അവൻ്റെ വയറ്റിലെ സ്റ്റിച്ച് പൊട്ടി. വേദന കടിച്ചമർത്താൻ അവൻ നല്ലോണം പാടുപെട്ടു. അപ്പോഴും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകണമെന്ന് മാത്രമായിരുന്നു അവൻ്റെ ചിന്ത. ഇതൊക്കെ കണ്ടുകൊണ്ടുവന്ന റോസ് പെട്ടെന്ന് എഡ്വേർഡിൻ്റെ കർണക്കുറ്റി നോക്കി ഒരു അടി കൊടുത്തു. അടികൊണ്ട് അന്തം വിട്ട് നിന്ന എഡ്വേർഡിനോട് അവൾ പറഞ്ഞു, നീ എത്ര വലിയ ആൽക്കമിസ്റ്റോ ആയിക്കോട്ടെ, പക്ഷേ നീ ഇന്നലെ കാണിച്ചത് വെറും സെൽഫിഷായ പരിപാടിയായിപ്പോയി. നിങ്ങൾക്ക് ഇന്നലെ വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നുവെന്ന് നിങ്ങൾ ഓർത്തു നോക്കിയോ? ഒരു കാര്യം ഓർത്തോ, നിങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. അതുകൊണ്ട് ഈ അവസ്ഥയിൽ നിന്നെ ഞങ്ങൾ ഒരിടത്തേക്കും വിടില്ല. നിൻ്റെ ഹെൽത്ത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് ആവശ്യത്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാകും. ദയവ് ചെയ്ത് ഇനി കുറച്ച് നാളത്തേക്കൊന്ന് വിശ്രമിക്കുക. ഇതൊക്കെ കേട്ട എഡ്വേർഡിന് റോസ് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നി. അവൻ അവരെ അനുസരിക്കാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും റോസും ബ്രോഷും അവനെ തല്ലിയതിൽ അവനോട് ക്ഷമ ചോദിച്ചു. എന്ത് ശിക്ഷ വേണമെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാണെന്നും പക്ഷേ ദയവ് ചെയ്ത് ഞങ്ങളുടെ പണി കളയരുതെന്നും അവർ അവനോട് അപേക്ഷിച്ചു. പക്ഷേ എഡ്വേർഡിന് അവരോട് ദേഷ്യമൊന്നും തോന്നിയില്ല. തെറ്റ് തൻ്റെ ഭാഗത്താണെന്ന് തുറന്നു സമ്മതിച്ചുകൊണ്ട് അവൻ അവരെ ആശ്വസിപ്പിച്ചു. അത് കേട്ടപ്പോഴാണ് റോസിൻ്റെയും ബ്രോഷിൻ്റെയും ശ്വാസം നേരെ വീണത്. എഡ്വേർഡ് ഒരു ചെറിയ പയ്യനാണെങ്കിലും അവൻ സ്റ്റേറ്റ് സർട്ടിഫൈഡ് ആൽക്കമിസ്റ്റ് ആയതുകൊണ്ട് മിലിറ്ററിയിൽ അവൻ്റെ സ്ഥാനം ഒരു മേജറിനേക്കാൾ മുകളിലാണെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ എഡ്വേർഡിനെ ഇത്രയധികം പേടിക്കുന്നത്. ഇത് മനസ്സിലാക്കിയ എഡ്വേർഡ് അവരോട് ഇനി എന്നെ ഒരു സുപ്പീരിയർ ഓഫീസറായി കാണണ്ട, പകരം ഒരു സഹപ്രവർത്തകനായി മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ട് അവർക്ക് കുറെ കൂടി ആശ്വാസമായി. അപ്പോൾ എഡ്വേർഡ് അവരോട് അൽഫോൺസിനെ പറ്റി ചോദിച്ചു. അൽഫോൺസ് ആ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. എഡ്വേർഡിൻ്റെ മോന്തയ്ക്കിട്ട് റോസ് കൊടുത്തതുപോലെ തന്നെ അൽഫോൺസിൻ്റെ മോന്തയ്ക്കിട്ട് ബ്രോഷും ഒന്ന് പൊട്ടിച്ചായിരുന്നു. പക്ഷേ അവൻ്റെ ബോഡി സ്റ്റീലായതുകൊണ്ട് ബ്രോഷിൻ്റെ കൈ ആകെ നീര് വന്ന് വീർത്തിരുന്നു. ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരുന്ന എഡ്വേർഡ് പെട്ടെന്ന് ഷോക്കേറ്റ പോലെ ഞെട്ടി. ഓട്ടോമെയിൽ ആർം വീണ്ടും പണിമുടക്കിയ കാര്യം വിൻട്രിയെ എങ്ങനെ അറിയിക്കുമെന്നോർത്ത് അവൻ ആകെ പേടിച്ചുപോയി. അങ്ങനെ ഒടുക്കം അവൻ വിൻട്രിയെ വിളിച്ചു. ഈ സമയം വിൻട്രി വീട്ടിലിരുന്ന് തൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എഡ്വേർഡ് അവളോട് ആ ഓട്ടോമെയിൽ ആർം വീണ്ടും തകരാറായ കാര്യം പറഞ്ഞു. അത് കേട്ട് ദേഷ്യമെന്ന വിൻട്രി എഡ്വേർഡിനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. അവളെ ആശ്വസിപ്പിക്കാൻ എഡ്വേർഡ് ആവുന്നത്ര ശ്രമിച്ചു. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് കൈ ഒന്ന് ശരിയാക്കി തരാൻ അവൻ അവളോട് അപേക്ഷിച്ചു. ഈ സമയം വിൻട്രി അവളുടെ മേശപ്പുറത്ത് ഒരു സ്ക്രൂ കിടക്കുന്നത് കണ്ടു. അപ്പോഴാണ് അവൾ എഡ്വേർഡിൻ്റെ കയ്യിൽ ഒരു സ്ക്രൂ ഫിറ്റ് ചെയ്യാൻ മറന്നുപോയ കാര്യം ഓർത്തത്. ഈ സ്ക്രൂ ഇല്ലാത്തത് കൊണ്ടാണ് അവൻ്റെ കൈ പണി മുടക്കിയത്. തെറ്റ് പറ്റിയത് തനിക്കാണെന്ന് മനസ്സിലായ വിൻട്രി സെൻട്രലിലേക്ക് വരാമെന്ന് സമ്മതിച്ചു. ഇത്ര പെട്ടെന്ന് അവളുടെ മനസ്സ് മാറിയത് എങ്ങനെയാണെന്ന് എഡ്വേർഡിന് മനസ്സിലായില്ല. എന്തായാലും അവൾ വരാമെന്ന് സമ്മതിച്ചതോടെ എഡ്വേർഡ് ഹാപ്പിയായി. പിന്നീട് എഡ്വേർഡിനെയും കൊണ്ട് ബ്രോഷ് റൂമിലേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ അവൻ അൽഫോൺസിനെ കണ്ടു. അവൻ ഒരു കോറിഡോറിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. എഡ്വേർഡ് അവനോട് റൂമിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അൽഫോൺസ് അതിന് തയ്യാറായില്ല. അവന് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണമായിരുന്നു. അവൻ്റെ മനസ്സ് മുഴുവൻ അന്ന് ബാരി പറഞ്ഞ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. അതോടെ അവന് എഡ്വേർഡിൻ്റെ മേലുള്ള വിശ്വാസം പതിയെ പതിയെ നഷ്ടമായി തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ വിൻട്രി സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിനിറങ്ങി ചുറ്റും നോക്കി അവൾ അവിടെ ആംസ്ട്രോങ് നിൽക്കുന്നത് കണ്ടു. അവൾ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നിട്ട് അയാളോട് എഡ്വേർഡും അൽഫോൺസും എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ അവളോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എഡ്വേർഡ് ആശുപത്രിയിലാണെന്നറിഞ്ഞ വിൻട്രി ആകെ ഷോക്കായിപ്പോയി. അധികം വൈകാതെ അവൾ ആശുപത്രിയിലെത്തി. എഡ്വേർഡിൻ്റെ അവസ്ഥ കണ്ട അവൾക്ക് ഭയങ്കര വിഷമമായി. അവൾ പറഞ്ഞു, എൻ്റെ മിസ്റ്റേക്ക് കാരണമല്ലേ നിനക്ക് നേരെ ഫൈറ്റ് ചെയ്യാൻ പറ്റാത്തത്, അതുകൊണ്ടല്ലേ നിനക്ക് ഈ ഗതി വന്നത്. എന്തായാലും നിൻ്റെ കൈ ഞാൻ ഫ്രീ ആയിട്ട് നന്നാക്കി തരാം, നീ എനിക്ക് വണ്ടിക്കൂലി പോലും തരണ്ട. വിൻട്രി ആകെ വിഷമത്തിലാണെന്ന് മനസ്സിലാക്കിയ എഡ്വേർഡ് അവളെ ആശ്വസിപ്പിച്ചു. ഇതൊന്നും നിൻ്റെ മിസ്റ്റേക്ക് അല്ല എന്നും ഞാൻ ഓവറായിട്ട് ഫൈറ്റ് ചെയ്തത് കൊണ്ടാണ് ഈ അവസ്ഥയിലായതെന്നും പറഞ്ഞ് അവൻ അവളെ കൂളാക്കാൻ നോക്കി. ഇതൊക്കെ കേട്ട വിൻട്രിക്ക് താൻ സ്ക്രൂ ഫിറ്റ് ചെയ്യാത്ത കാര്യം ഈ പൊട്ടൻ അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി. അതോടെ അവളുടെ ഭാവം മാറി. റിപ്പയറിംഗ് ചാർജും വണ്ടിക്കൂലിയും ഒക്കെ അണാ പൈസ കുറയാതെ കിട്ടണമെന്ന് അവൾ തറപ്പിച്ച് പറഞ്ഞു. വേറെ വഴിയില്ലാതെ എഡ്വേർഡ് സമ്മതിച്ചു. അധികം വൈകാതെ അവൾ അവൻ്റെ കൈ അഴിച്ച് പണിയാൻ തുടങ്ങി. അവൾ ആ സ്ക്രൂ എടുത്ത് അവൻ്റെ കയ്യിൽ ഫിറ്റ് ചെയ്തു. ഈ സമയം അത്രയും എഡ്വേർഡിൻ്റെ ചിന്ത അൽഫോൺസിനെ കുറിച്ചായിരുന്നു. അവൻ്റെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ എഡ്വേർഡ് ശ്രദ്ധിച്ചിരുന്നു. അധികം വൈകാതെ വിൻട്രി തൻ്റെ ജോലി പൂർത്തിയാക്കി. എഡ്വേർഡിൻ്റെ കൈ പഴയതിനേക്കാൾ കിടിലനായി. അപ്പോൾ അവൾ അവനോട് എങ്ങനെയാണ് ഈ അപകടം പറ്റിയതെന്ന് ചോദിച്ചു. പക്ഷേ അതിനെപ്പറ്റി ഒന്നും പറയാൻ എഡ്വേർഡ് തയ്യാറായില്ല.
വിൻട്രിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര ദേഷ്യവും വന്നു. പെട്ടെന്ന് ലെഫ്റ്റനൻറ്റ് ഹ്യൂഗ്സ് അങ്ങോട്ടേക്ക് കയറി വന്നു. വിൻട്രിയെ കണ്ടതും അവൾ നിൻ്റെ ഗേൾഫ്രണ്ട് ആണോ എന്ന് അവൻ എഡ്വേർഡിനോട് ചോദിച്ചു. അത് കേട്ട് കിളിപോയ എഡ്വേർഡ് വിൻട്രി തൻ്റെ മെക്കാനിക്ക് മാത്രമാണെന്ന് ഹ്യൂഗ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പാടുപെട്ടു. ഈ സമയം വിൻട്രി അവിടെ നിന്ന് പോകാനൊരുങ്ങി. ഇന്ന് രാത്രി താമസിക്കാൻ ഇവിടെ അടുത്ത് വല്ല ഹോസ്റ്റലും ഉണ്ടോ എന്ന് അവൾ അവരോട് ചോദിച്ചു. ഇത് കേട്ട ഹ്യൂഗ്സ് അവളെ തൻ്റെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചു. മടിച്ചു നിന്ന വിൻട്രിയെ വലിച്ചിഴച്ചുകൊണ്ട് അവൻ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. അന്ന് രാത്രി ഹ്യൂഗ്സിൻ്റെ വീട്ടിൽ വെച്ച് അയാളുടെ മകൾ എലീസയുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുകയായിരുന്നു. എലീസയും വിൻട്രിയും പെട്ടെന്ന് തന്നെ നല്ല കൂട്ടായി. പിറ്റേ ദിവസം രാവിലെ തന്നെ വിൻട്രിയും ഹ്യൂഗ്സും ഹോസ്പിറ്റലിലേക്ക് പോകാനൊരുങ്ങി. പക്ഷേ എലീസയ്ക്ക് അവളെ വിടാൻ മനസ്സുണ്ടായിരുന്നില്ല. വൈകുന്നേരം വീണ്ടും കാണാമെന്ന് എലീസയ്ക്ക് വാക്ക് കൊടുത്തിട്ട് വിൻട്രി അവിടെ നിന്നും ഇറങ്ങി. അധികം വൈകാതെ അവർ ഹോസ്പിറ്റലിലെത്തി. ഈ സമയം എഡ്വേർഡും അൽഫോൺസും റൂമിലുണ്ടായിരുന്നു. എഡ്വേർഡ് ആഹാരം കഴിക്കാൻ ഇരിക്കുകയായിരുന്നു. പക്ഷേ ആഹാരത്തിനൊപ്പം ഉണ്ടായിരുന്ന പാല് അവൻ കുടിച്ചില്ല. അവന് പാല് പണ്ടേ ഇഷ്ടമല്ലായിരുന്നല്ലോ. ഇത് കണ്ട അൽഫോൺസ് അവനെ പാൽ കുടിക്കാൻ നിർബന്ധിച്ചു. പാല് കുടിച്ചാലേ ശരീരം വളരുമെന്ന് അവൻ എഡ്വേർഡിനെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ എഡ്വേർഡ് പറഞ്ഞു, നീ ഭാഗ്യവാനാണടാ, ആഹാരം കഴിക്കാതെ തന്നെ നിനക്ക് ഇങ്ങനെ വലിയൊരു ശരീരം കിട്ടിയില്ലേ. എഡ്വേർഡ് അതൊരു തമാശയ്ക്ക് പറഞ്ഞതായിരുന്നെങ്കിലും അത് കേട്ട അൽഫോൺസിന് ദേഷ്യം വന്നു. ഇങ്ങനെയൊരു ശരീരം വേണമെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു. ഒന്നുറങ്ങാനോ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനോ വെയിലും മഴയുമൊക്കെ അനുഭവിച്ചറിയാനോ പറ്റാതെ നരകിച്ചാണ് ഓരോ ദിവസവും ഞാൻ ജീവിച്ചു തീർക്കുന്നത്. ഇങ്ങനെയൊരു ജീവിതം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഇതൊക്കെ കേട്ട എഡ്വേർഡ് ഉടനെ അൽഫോൺസിനോട് സോറി പറഞ്ഞു. ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ ഉടനെ തന്നെ അവൻ്റെ ശരീരം പഴയ പോലെ ആക്കാനുള്ള പണി തുടങ്ങാമെന്ന് വാക്കു കൊടുത്തുകൊണ്ട് അവൻ അൽഫോൺസിനെ കൂളാക്കാൻ നോക്കി. പക്ഷേ അപ്പോഴും അൽഫോൺസ് നിർത്താൻ തയ്യാറായില്ല. അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന മുഴുവൻ ചോദ്യങ്ങളും അവൻ എഡ്വേർഡിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു. താൻ ശരിക്കും എഡ്വേർഡ് ഉണ്ടാക്കിയ റോബോട്ട് മാത്രമാണെന്നും തൻ്റെ ശരീരം വീണ്ടെടുക്കാമെന്ന് പറഞ്ഞ് എഡ്വേർഡ് ചെയ്തു കൂട്ടുന്നതൊക്കെ വെറും നാടകം മാത്രമാണെന്നും അവൻ വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും അങ്ങോട്ട് കയറി വന്ന വിൻട്രിയും മറ്റുള്ളവരും ഇതൊക്കെ കേട്ട് ഞെട്ടിപ്പോയി. അപ്പോഴും എഡ്വേർഡ് വളരെ സീരിയസ് ആയിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ എഴുന്നേറ്റു. എന്നിട്ട് ഒന്നും മിണ്ടാതെ അവൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അതോടെ അൽഫോൺസ് ഒന്ന് അടങ്ങി. പെട്ടെന്ന് വിൻട്രി തൻ്റെ കയ്യിലിരുന്ന വലിയ സ്പാനർ കൊണ്ട് അൽഫോൺസിൻ്റെ തലയിലടിച്ചു. ആകെ കിളിപോയ അവസ്ഥയിലായ അൽഫോൺസ് നോക്കിയപ്പോൾ വിൻട്രി നിന്ന് കരയുകയായിരുന്നു. അതുകണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ നോക്കിയ അൽഫോൺസിനെ അവൾ വീണ്ടും അടിച്ചു. എന്നിട്ട് അവൾ പറഞ്ഞു, എടാ മണ്ട, നീ ഇപ്പോൾ ഈ വിളിച്ച് പറഞ്ഞതൊക്കെ എഡ്വേർഡ് മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. പുറമേ ചിരിച്ചു കളിച്ച് നടക്കുമ്പോഴും നിന്റെ ശരീരം നഷ്ടപ്പെടാൻ കാരണക്കാരൻ താനാണെന്ന കുറ്റബോധവുമായിട്ടാണ് ആ പാവൻ ജീവിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ആ നശിച്ച രാത്രിയിൽ അറ്റുപോയ കൈയും കാലുമായി ചോരയൊലിപ്പിച്ച് മരണത്തിൻ്റെ വക്കിലാണ് എഡ്വേർഡിനെ ഞങ്ങൾ കണ്ടത്. അപ്പോഴും അവൻ്റെ വിഷമം നിന്നെക്കുറിച്ച് ഓർത്തായിരുന്നു. നിന്റെ ശരീരം നഷ്ടപ്പെടുത്തിയത് കൊണ്ട് നീ അവനെ വെറുക്കുമോ എന്നായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ പേടി. എന്തായാലും നീ ഒന്നോർത്തോ, സ്വന്തം ജീവൻ പോകുന്ന വേദനയിലും അവൻ നിന്നെ ആ ആർമറിൽ സീൽ ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ അത് നീ അവൻ്റെ അനിയനായതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇനിയും ആ പാവത്തിനെ നീ വേദനിപ്പിക്കരുത്. വിൻട്രി പറഞ്ഞതൊക്കെ കേട്ട അൽഫോൺസിന് വല്ലാത്ത കുറ്റബോധം തോന്നി. അവൻ നേരെ എഡ്വേർഡിൻ്റെ അടുത്തേക്ക് ഓടി. ഈ സമയം എഡ്വേർഡ് ആ ബിൽഡിങ്ങിൻ്റെ ടെറസിൽ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു. അധികം വൈകാതെ അൽഫോൺസ് അവിടെ എത്തി. അപ്പോൾ എഡ്വേർഡ് അവനോട് നമുക്കൊരു വട്ടം കൂടി ഫൈറ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അൽഫോൺസ് അതിന് തയ്യാറായില്ല. നിന്റെ ഹെൽത്ത് ഓക്കെ ആയിട്ട് നോക്കാമെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറാൻ നോക്കി. അപ്പോഴേക്കും എഡ്വേർഡ് ഓടി വന്ന് അവനെ അറ്റാക്ക് ചെയ്തു. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ എഡ്വേർഡ് ഒരു ബെഡ്ഷീറ്റ് എടുത്ത് അൽഫോൺസിൻ്റെ മുകളിലേക്ക് എറിഞ്ഞു. ആ അവസരം മുതലാക്കി അവൻ അൽഫോൺസിനെ ചവിട്ടി വീഴ്ത്തി. അങ്ങനെ വളഞ്ഞ വഴിയിലൂടെ ആണെങ്കിലും ആദ്യമായി എഡ്വേർഡ് അൽഫോൺസിനെ തോൽപ്പിച്ചു. അങ്ങനെ ബ്രദേഴ്സ് രണ്ടുപേരും അവിടെ തളർന്നു കിടന്നു. ആ സമയത്ത് അവർ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു. കുഞ്ഞുനാളിൽ ആദ്യമായി തല്ലുണ്ടാക്കിയതും മിഠായി പങ്കിട്ട് കഴിച്ചതും കുളത്തിൽ ചാടി മറിഞ്ഞതും ടീച്ചറിൻ്റെ തല്ല് മേടിച്ചതുമൊക്കെ ഓർത്ത് അവർ പരസ്പരം ചിരിച്ചു. ആ ഓർമ്മകളെല്ലാം സത്യമായിരുന്നുവെന്ന് അൽഫോൺസിന് മനസ്സിലായി. അവൻ എഡ്വേർഡിനോട് സോറി പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് എത്രയും പെട്ടെന്ന് തങ്ങളുടെ ശരീരം വീണ്ടെടുക്കണമെന്ന് വീണ്ടും തീരുമാനിച്ചുറപ്പിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് വിൻട്രിയും ഹ്യൂഗ്സും നിൽക്കുന്നുണ്ടായിരുന്നു. തെറ്റിദ്ധാരണകളൊക്കെ മാറി ബ്രദേഴ്സ് രണ്ടുപേരും പഴയതുപോലെ ഒന്നിച്ചത് കണ്ടപ്പോൾ അവർക്കും സന്തോഷമായി. ഈ സമയം മറ്റൊരിടത്ത് അബോധാവസ്ഥയിൽ കിടന്ന സ്കാർ ഞെട്ടി ഉണർന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് ഒരു വയസ്സനും അയാളുടെ കൊച്ചുമോനും ഇരിക്കുന്നുണ്ടായിരുന്നു. ആ പയ്യൻ്റെ ചുവന്ന കണ്ണുകൾ കണ്ട സ്കാറിന് അവൻ ഒരു ഇഷ്ബോൾകാരനാണെന്ന് മനസ്സിലായി. അവനാകെ കൺഫ്യൂഷൻ ആയപ്പോൾ ആ വയസ്സൻ അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. 2 ദിവസം മുന്നേ ആ വയസ്സനും കൊച്ചുമോനും അഴുക്കുചാലിലൂടെ ഒഴുകി വന്ന സ്കാറിനെ കണ്ടു. അവൻ ഒരു ഇഷ്ബോൾകാരനാണെന്ന് മനസ്സിലാക്കി അവർ സ്കാറിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്തു. ഇപ്പോൾ അവനുള്ളത് ഈസ്റ്റ് സിറ്റിക്ക് പുറത്തുള്ള ഒരു ചേരിയിലാണ്. അവിടെ അവരെപ്പോലെ ഒരുപാട് ഇഷ്ബോൾക്കാർ ഒളിച്ച് താമസിക്കുന്നുണ്ട്.
കൂട്ടത്തിലൊരുത്തനും അവനെ ഒറ്റിക്കൊടുക്കില്ല എന്നും ആരോഗ്യം വീണ്ടെടുക്കുന്നത് വരെ ആരെയും പേടിക്കാതെ ഇവിടെ താമസിക്കാമെന്നും ആ വയസ്സൻ സ്കാറിന് വാക്കുകൊടുത്തു. താൻ സുരക്ഷിതമായ സ്ഥലത്താണ് എത്തിപ്പെട്ടതെന്ന് മനസ്സിലായ സ്കാറിന് സമാധാനമായി. പെട്ടെന്ന് അവൻ അന്ന് ലെസ്റ്റും ഗ്ലട്നിയുമായി നടന്ന ഫൈറ്റിനെ കുറിച്ചോർത്തു. അവൻ എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും അവൻ്റെ ശരീരം അനക്കാൻ പോലും അവന് പറ്റിയില്ല. അപ്പോൾ അവനെ പയ്യനോട് തൻ്റെ വലങ്കൈ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ട പയ്യൻ ആ പുതപ്പ് മാറ്റി നോക്കി. ആ കയ്യിലൊരു പോറൽ പോലും ഇല്ലായിരുന്നു. പക്ഷേ ആ കയ്യിലെ ടാറ്റു കണ്ട പയ്യൻ അമ്പരന്ന് പോയി. ആ ടാറ്റു സ്കാറിൻ്റെ ഫാമിലി അവൻ അവസാനമായി കൊടുത്ത സമ്മാനമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കാറിന് അത് വളരെ വിലപ്പെട്ടതാണ്. അങ്ങനെ ഒന്നനങ്ങാൻ പോലും പറ്റാതെ കിടക്കുമ്പോഴും സ്കാറിൻ്റെ മനസ്സിൽ ഒരേയൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: പ്രതികാരം.